ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണത്തിന്റെയൊക്കെ തിരക്കിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനും അല്പം തിരക്കായിപ്പോയി, അതാണ് ഈ ക്ലാസ് വിടാൻ അല്പം ലേറ്റ് ആയത്, ക്ഷമിക്കണം. ഇന്ന് മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്റ്റർ, വീണ്ടെടുക്കുന്ന ക്രിസ്തു, റൂത്ത്, എസ്തേർ പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായം, റൂത്ത്സ് റിഡംഷൻ ആൻഡ് നൗമീസ് എലവേഷൻ, റൂത്തിന്റെ വീണ്ടെടുപ്പും നൗമിയുടെ ഉയർച്ചയും എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, രൂത്തിന്റെ പുസ്തകം 4 അധ്യായങ്ങളിൽ 3 അധ്യായങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. The chapter 4 of Ruth provides a profound conclusion to an incredible tale of loyalty, faith and divine providence. അതായത് വിശ്വാസത്തിൻ്റെയും വിശ്വസ്തതയുടെയും ദൈവിക പരിപാലനത്തിൻ്റെയും ഒരു അതുല്യമായ, വളരെ മനോഹരമായ ഒരു കഥയ്ക്ക് വളരെ ആഴമേറിയ ഒരു സമാപനമാണ് നമുക്ക് ഈ രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. രൂത്തിന്റെ വീണ്ടെടുപ്പും നവമിയുടെ ഉയർച്ചയും ഓബേദിന്റെ ജനനവും ഒക്കെയായിട്ട് സന്തോഷത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് തന്നെ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ കാണാൻ സാധിക്കും. നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളും ഒരുപക്ഷെ രൂത്തിനോടൊപ്പം ഈ ഒരു യാത്ര ആരംഭിച്ചു അല്ലേ? രൂത്തിന്റെ ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം നമ്മളെയും പ്രയാസപ്പെടുത്തി. അതിനുശേഷം രൂത്ത് തിരിച്ച് ബേത്ലഹേമിലേക്ക് വന്നപ്പോൾ ഒരു പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടം നമുക്കും ഉണ്ടായി. അതിനുശേഷം മെതിക്കളത്തിലെ സംഭവങ്ങളിലെല്ലാം നമ്മൾ രൂത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവങ്ങൾക്കെല്ലാം ശേഷം അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് നമ്മൾ ഇന്ന് എത്തിച്ചേരുകയാണ്. എന്താണ് രൂത്തിന് അതിനുശേഷം സംഭവിച്ചത്? മെതിക്കളത്തിലെ സംഭവങ്ങളുടെ ഒരു സസ്പെൻസിലായിരുന്നു നമ്മൾ 3-ാം അധ്യായം അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചേർന്നിരിക്കുകയാണ്. ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ, What begins with loss, emptiness and uncertainty now ends with joy, restoration and hope. നഷ്ടപ്പെടലിലും ഒന്നുമില്ലായ്കയിലും മുന്നോട്ട് എന്താ എന്ന് അറിയാത്ത അവസ്ഥയിൽ നിന്ന രൂത്തിനെ നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടു. എന്നാൽ അവിടെ നിന്ന് പ്രതീക്ഷയിലും സന്തോഷത്തിലും വീണ്ടെടുപ്പിലും ഒക്കെയാണ് അവസാനിക്കുന്നത് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത. വളരെ മനോഹരമായ ഒരു പുസ്തകം അല്ലേ? ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞത്, എന്ത്, കവികൾക്ക് മെച്ചപ്പെടുത്തുവാൻ തക്കവണ്ണം ഇനി ഒന്നുമില്ലാത്ത ഒരു മനോഹര കവിതയാണ് രൂത്തിന്റെ പുസ്തകം എന്നാര് പറഞ്ഞു? ഇംഗ്ലണ്ടിലെ മഹാകവിയായിരിക്കുന്ന ടെന്നീസൺ വരെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു 4 അധ്യായത്തിലെ പഠനത്തിലൂടെ നമുക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലേ? ഏതായാലും 4-ാം അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ച് മെതിക്കളത്തിലെ സംഭവങ്ങൾ വരെ കഴിഞ്ഞ ശേഷം ബോവസ് ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് പോവുകയാണ്. അടുത്ത അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ, 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രധാനമായിട്ട് 4 ഭാഗമായിട്ട് നമുക്ക് ആ ഒരു അധ്യായത്തെ തിരിച്ചു കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്ന്, ബോവസ് ആൻഡ് ദി കിൻസ്മാൻ റിഡീമർ അറ്റ് ദ സിറ്റി ഗേറ്റ്. പട്ടണവാതിൽക്കൽ ബോവസും അടുത്ത ചാർച്ചക്കാരനും തമ്മിലുള്ള കുറച്ച് കോൺവെർസേഷൻസ് ആണ് നമുക്ക് ആദ്യ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ബോവസ് റിഡീംസ് റൂത്ത്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുന്നു. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദ മാരേജ് ആൻഡ് ദി ബർത്ത് ഓഫ് ഓബേദ്, വിവാഹവും ഓബേദിന്റെ ജനനവും നമുക്ക് കാണാൻ സാധിക്കും. അവസാനം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ദ ജീനിയോളജി ലീഡിംഗ് ടു ഡേവിഡ്, ദാവീദിലേക്ക് നയിക്കുന്ന വംശാവലി. ഇതാണ് 4-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. നമ്മുടെ മെതിക്കളത്തിലെ സംഭവങ്ങളും ബോവസിന്റെ വാഗ്ദാനവും ഒക്കെ കഴിഞ്ഞ് അതിന്റെ കണ്ടിന്യൂഷനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ വളരെ ഷോർട്ട് ആൻസർ തന്നെ നമുക്ക് ഈ ഉള്ളടക്കത്തിന്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ കിട്ടി അല്ലെ?
നമുക്കിതിന്റെ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഒന്നാമത്തെ ഭാഗം രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ബോവസ് ആൻഡ് ദ നിയറസ്റ്റ് കിൻസ്മാൻ റിഡീമർ അറ്റ് ദ സിറ്റി ഗേറ്റ്. ബോവസും അടുത്ത ചാർച്ചക്കാരനും പട്ടണവാതിൽക്കൽ നിൽക്കുന്ന അല്ലെങ്കിൽ പട്ടണവാതിൽക്കൽ നടത്തുന്ന ചില കോൺവെർസേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് എന്താണ് ഈ പട്ടണവാതിൽക്കൽ അല്ലെങ്കിൽ സിറ്റി ഗേറ്റ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത? എന്താണ് സിറ്റി ഗേറ്റിന്റെ പ്രത്യേകത? The gate of city was always the place where esteemed and honorable men of the city sat. പട്ടണത്തിലെ പ്രമാണികളും മൂപ്പന്മാരും എല്ലാവരും ബഹുമാനിക്കുന്നവരും ഒക്കെ ധനികന്മാരും ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് പട്ടണവാതിൽക്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിറ്റി ഗേറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവിടെ വന്നിരിക്കുന്നത്? ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സിറ്റി കൗൺസിൽ ചേംബർ ആൻഡ് കോർട്ട് റൂം എന്ന് ഇംഗ്ലീഷിൽ പറയാം. അതായത് ബേസിക്കലി വ്യവഹാരം നടത്തുന്നതിന് വേണ്ടിയിട്ടും വസ്തു വിൽക്കുന്നതിന് വേണ്ടിയും തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുമൊക്കെ മൂപ്പന്മാരും പ്രമാണികളും ഒക്കെ ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് പട്ടണവാതിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിറ്റി ഗേറ്റ് എന്ന് പറയുന്നത്. ടു അറേഞ്ച് ബിസിനസ്, ടു അറേഞ്ച് ദ സെയിൽ ഓഫ് എ പ്രോപ്പർട്ടി, ടു സെറ്റിൽ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ടു മേക്ക് ഇമ്പോർട്ടന്റ് ഡിസിഷൻസ്. ഇതിനു വേണ്ടി മൂപ്പന്മാരും എൽഡേഴ്സ് ആൻഡ് ഓണറബിൾ പേഴ്സൺസ് ഇൻ സിറ്റി ഇവരെല്ലാം ഈ പട്ടണത്തിന്റെ വാതിലിലാണ് ഒരുമിച്ച് ചേർന്ന് വന്നിരുന്ന് ഇങ്ങനത്തെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ തന്നെ നടത്തുന്നത്. അങ്ങനെ യഹൂദന്മാരും മൂപ്പന്മാരും ഒക്കെ അവിടെ പട്ടണവാതിൽക്കൽ ഇരിക്കുന്ന സമയത്ത് അവിടെ കൂടി ആര് കടന്നുപോയി? ഈ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു, രൂത്തിന് മറ്റൊരു അടുത്ത ചാർച്ചക്കാരനുണ്ട്, വീണ്ടെടുക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ള മറ്റൊരു അടുത്ത ചാർച്ചക്കാരനുണ്ട്. അപ്പം അദ്ദേഹം ഈ വഴി ഇങ്ങനെ പോവുകയാണ്. അപ്പം ബോവസ് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു നിർത്തി നമ്മുടെ ആവശ്യം ഇങ്ങനെ മുന്നോട്ട് വെക്കുകയാണ്. എന്താണ് ആവശ്യം എന്ന് പറയുന്നത്? നവമി, അതായത് ഇങ്ങനെയാണ് ആദ്യം ബോവസ് ആ സ്റ്റേറ്റ്മെന്റിനെ പറയുന്നത്. മൂവാബിൽ നിന്ന് തിരിച്ചു വന്ന നവമി നമ്മുടെ സഹോദരനായ ഏലിമലേക്കിന്റെ വയൽ വിൽക്കുന്നു. നവമി, who has back from the country of Moab, is selling Elimelech's land. If you will redeem it, redeem it. But if you not, tell me, I am next after you. നീ അത് വീണ്ടെടുക്കുന്നുണ്ടെങ്കിൽ നീ വീണ്ടെടുത്തുകൊള്ളുക. ഇനി നീ അത് വീണ്ടെടുക്കുന്നില്ല എങ്കിൽ എന്നോട് പറക, ഞാൻ വീണ്ടെടുത്തുകൊള്ളാം എന്നാണ് ബോവസ് ആദ്യം ഇത് പറയുന്നത്. അപ്പം ഇതിന് പുറകിലും ഒരു ചെറിയ ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആവർത്തന പുസ്തകം ഡ്യൂട്ടറോണമി ചാപ്റ്റർ 25 പറ്റി പറഞ്ഞു അല്ലെ. ഇനിയും ലെവിറ്റിക്കസ് ചാപ്റ്റർ 25, ലേവ്യ പുസ്തകം 25-ാം അധ്യായം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സഹോദരൻ ദരിദ്രനായി നിലം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ ആ നിലം വീണ്ടെടുത്തുകൊള്ളണം. ഇഫ് എനി വൺ ഓഫ് യുവർ കിൻ ഫാൾസ് ഇൻ ടു ഡിഫിക്കൽട്ടി ആൻഡ് സെൽസ് എ പീസ് ഓഫ് പ്രോപ്പർട്ടി, then the next of kin shall come and redeem what the relative has sold. അതായത് ഇസ്രായേലിൽ നിലനിന്നിരുന്ന കുറെ നിയമങ്ങളിൽ ഒന്നാണ് എന്താണ്? ഒരു സഹോദരന് ഒരു ദരിദ്രനാകൊണ്ട് ഒരു നിലം വിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഈ ചാർച്ചക്കാരന് ചെന്ന് ആ നിലം വീണ്ടുകൊള്ളാം. അതായത് അവരുടെ ഫാമിലിയിൽ തന്നെ ആ ഒരു പ്രോപ്പർട്ടി നിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ള ഒരു നിയമമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബോവസ് ആദ്യം ഇങ്ങനെ ഒരു ലാൻഡ് ട്രാൻസാക്ഷനെ പറ്റി, ഒരു സ്ഥല കച്ചവടത്തെ പറ്റി ഈ ഒരു അടുത്ത ചാർച്ചക്കാരനോട് പറയുന്നത്. എന്താണ്? നവമി നമ്മുടെ സഹോദരനായ എലിമലേക്കിന്റെ വസ്തു വിൽക്കുകയാണ്, അപ്പം വയൽ വിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിനക്കത് വീണ്ടെടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുത്തുകൊള്ളണം. കേട്ട ഉടനെ ഈ അടുത്ത ചാർച്ചക്കാരൻ എന്ത് ചെയ്തു? അപ്പൊ തന്നെ അത് സമ്മതിച്ചു. യെസ്, ഐ വിൽ റിഡീം ഇറ്റ്. കാരണം എന്താ? ഇറ്റ് ഈസ് പ്യൂർലി ജസ്റ്റ് എ ലാൻഡ് ട്രാൻസാക്ഷൻ അല്ലെ. അവിടെയാണ് ബോവസ് അടുത്ത സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുന്നത്. എന്താണ്? വയൽ വാങ്ങുന്ന നാളിൽ മഹ്ലോന്റെ ഭാര്യയായ രൂത്തിനെയും വീണ്ടെടുക്കണം. ഓൺ ദ ഡേ യു ബൈ ദ ഫീൽഡ് ഫ്രം നവമി, യു മേ ഓൾസോ ബൈ ഇറ്റ് ഫ്രം ദ റൂത്ത് ദ മോവാബൈറ്റ്, the wife of the dead, to perpetuate the name of the dead through his inheritance. അവിടെ സീനാകെ മാറുകയാണല്ലേ. The nearest kinsman declines his right of redemption. ഇത് കേട്ട ഉടനെ ബോവസിന്റെ ഈ ഒരു രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി കേട്ട ഉടനെ തന്നെ ഈ അടുത്ത ചാർച്ചക്കാരൻ ഡിക്ലൈൻ ചെയ്യുകയാണ്. വേണ്ട, എനിക്ക് വീണ്ടെടുക്കാൻ വയ്യ എന്ന് പറയുകയാണ്. രൂത്തിനെ കൂടി വീണ്ടെടുക്കണം എന്ന് പറയുന്ന ഉടനെ അദ്ദേഹത്തിന്റെ റിപ്ലൈ ഇപ്രകാരമാണ്: എനിക്കതിന് കഴിയുകയില്ല, എന്റെ സ്വന്തം അവകാശം ഞാൻ നഷ്ടമാക്കേണ്ടി വരും. ഐ മേ ruin my own
ഇൻഹെറിറ്റൻസ് എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഡ്യൂട്ടറോണമി ചാപ്റ്റർ 25 നമ്മൾ കണ്ടത്, ഒരു സഹോദരൻ മരണപ്പെട്ടു, അവന് പുത്രന്മാരില്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത ചാർച്ചക്കാരന് വന്ന് ഈ ഭാര്യയെ വീണ്ടെടുത്ത് അവരുടെ ആ ഒരു ഫാമിലി ലൈൻ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു നിയമം. അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ അടുത്ത ചാർച്ചക്കാരൻ ഇതിന് വിസമ്മതിച്ചത്? ഞാൻ എൻ്റെ സ്വന്തം അവകാശം നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്നൊക്കെ പറയുമ്പം എൻ്റെ പരിമിതമായിട്ടുള്ള ബുദ്ധിയിൽ ഞാൻ നേരത്തെയൊക്കെ ചിന്തിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഭാര്യയെ ഒക്കെ കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. എന്നാൽ നമ്മൾ ഈ പുസ്തകം ഇത്രയും പഠിക്കുമ്പോഴാണ് ഇതിന്റെ കുറച്ചും കൂടി ഡീപ്പറായിട്ടുള്ള കുറച്ച് പോസിബിലിറ്റീസും കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആ ഒരു റൂള് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എൻഷുറിംഗ് ദി കണ്ടിന്യൂഷൻ ഓഫ് ദ ഡിസീസ്ഡ് അല്ലെങ്കിൽ ഡൈഡ് പേഴ്സൺസ് ലീനേജ് ഇൻ ഇസ്രായേൽ അല്ലേ. അപ്പോൾ ഈ ഒരു വീണ്ടെടുപ്പുകാരൻ രൂത്ത് എന്ന വിധവയെ അല്ലെങ്കിൽ ഒരു മരിച്ച സഹോദരന്റെ ഭാര്യയായ വിധവയെ ഭാര്യയായിട്ട് വീണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മകന് ഇദ്ദേഹത്തിന്റെ തന്നെ പേരിടുകയും അതോടൊപ്പം ഇദ്ദേഹത്തിന്റെ സ്വത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഈ വിധവയിൽ ഉണ്ടാകുന്ന മകന് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ ഒരു വിധവയെ വീണ്ടെടുത്ത് അവൾക്കൊരു പുത്രൻ ഉണ്ടായാൽ നവമിയിൽ നിന്ന് വാങ്ങിക്കുന്നതായിട്ടുള്ള നിലവും അതോടൊപ്പം അവരുടെ ഫാമിലി ഇൻഹെറിറ്റൻസിന്റെ അവരുടെ കുടുംബ സ്വത്തിന്റെ ഭാഗമായിട്ടുള്ളതെല്ലാം ഈ മകന് അല്ലെങ്കിൽ ആ വിധവയിൽ ഉണ്ടാകുന്ന മക്കൾക്ക് കൂടി കൊടുക്കേണ്ടി വരും അല്ലെ. ഹി മേ ഹാവ് ടു ഗീവ് ദിസ് പ്രോപ്പർട്ടി ഓർ മോർ ഓഫ് ഹിസ് ഫാമിലി ഇൻഹെറിറ്റൻസ് ടു ദിസ് വിഡോസ് ചൈൽഡ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നഷ്ടക്കച്ചവടം തന്നെയാണല്ലേ. ഇനി മറ്റൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബൈയിങ് ലാൻഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ ആഫ്റ്റർ എ ഫമൈൻ ഹാസ് എൻറ്റർഡ് ഇസ് റിസ്കി ഇനഫ്. ഒരു ക്ഷാമ കാലഘട്ടത്തിന് ശേഷം ഒരു വയൽ വാങ്ങിക്കുകയും അതോടൊപ്പം ഒരു കുടുംബത്തിനും കൂടി വേണ്ടതായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു ജീവിക്കുവാനുള്ളത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ക്ഷാമം അവസാനിച്ചിരിക്കുന്ന കാലത്ത് റിസ്കി ആയിട്ടുള്ളൊരു ബിസിനസ് ആണ് എന്ന് അദ്ദേഹം ചിന്തിച്ച് കാണും. ഇനിയും അതിനേക്കാൾ അപ്പുറം ഒന്നും കൂടി ഉണ്ട്. എന്താണ്? ബോവസ് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, മോവാബ്യ സ്ത്രീയായ രൂത്തിനെ എന്നുള്ളത്. ദ വുമൻ ഇൻ ക്വസ്റ്റ്യൻ ഇസ് ഫ്രം മോവാബ് ആൻഡ് കുഡ് ബ്രിങ് ഡിസ്റെപ്യൂട്ട് ടു ദ ഫാമിലി. സ്വന്തം ദേശക്കാരി പോലും അല്ല, പരദേശിയായ പ്രത്യേകിച്ച് മോവാബ്യ സ്ത്രീയായ ഒരു സ്ത്രീയെ ഭാര്യയൊക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബത്തിന് ചീത്തപ്പേര് അയക്കാം എന്നുള്ള ഒരു ചിന്ത കൂടി അവിടെ ഉണ്ടായിരുന്നു കാണാം. എന്നിരുന്നാലും ദൈവത്തിന്റെ വലിയ പദ്ധതി, ഈ നിയറസ്റ്റ് കിൻസ്മാൻ റിഡീമർ, അടുത്ത ചാർച്ചക്കാരൻ, വീണ്ടെടുപ്പുകാരൻ, സ്ഥലവും രൂത്തിനെയും എല്ലാം വീണ്ടെടുക്കുവാൻ വേണ്ടി അവിടെ വിസമ്മതിക്കുകയാണ്. ഹി ഡിക്ലൈൻഡ് ടു റിഡീം ദ ലാൻഡ് ആൻഡ് റൂത്ത്. അങ്ങനെ ഇത് വീണ്ടെടുക്കുവാനുള്ള അവകാശം തിരിച്ച് ആരിലേക്ക് വരികയാണ്? തിരിച്ച് ബോവസിലേക്ക് വരികയാണ്. അത് തന്നെയാണ് നമുക്ക് 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ബോവസ് റിഡീംസ് റൂത്ത്. ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുന്നു. ഇസ്രായേലിൽ ഒരുപാട് നിയമങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതിലൊന്നാണ്, ഇൻ ഇസ്രായേൽ when a deal was finished, one party took off his sandals and gave them to the other as a mark of legalizing the transaction. അതായത് ഒരു ഉടമ്പടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെരുപ്പൂരി നൽകിയാണ് ഇസ്രായേൽക്കാർ ഉടമ്പടി ഉറപ്പിച്ചിരുന്നത്. അതിനുള്ള ഒരു അടയാളമായിട്ടാണ് അതിനെ വെച്ചിരുന്നത്. ഇതിനും നമ്മൾ ആക്ച്വലി മുമ്പേ പറഞ്ഞ ആവർത്തന പുസ്തകം 25-ാം അധ്യായം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഹിസ്റ്ററി നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. അതായത് ഒരു മരണപ്പെട്ട സഹോദരൻ ഈ ഭാര്യയെ വീണ്ടെടുക്കുവാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് അവന്റെ ചെരുപ്പഴിച്ച് അവന്റെ മുഖത്ത് തുപ്പണം എന്നുള്ളതാണ് നിയമം. അതായത് സ്വന്തം സഹോദരന്റെ വീട് പണിയാത്ത പുരുഷൻ എന്നുള്ള ഒരു സിംബലാണത്. അപ്പം ഇതിന്റെ ഒരുപക്ഷെ കാലാകാലങ്ങളിലുള്ള ഒരു ചേഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. ഒരു വേരിയേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. അതായത് ചെരുപ്പ് അഴിച്ചു കൊടുത്തുകൊണ്ട് ഈ ഉടമ്പടി ഉറപ്പിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ഉടമ്പടി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് എവിടെ ഉണ്ടായിരുന്നു? ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഉടമ്പടി ഉറപ്പിക്കുവാൻ അല്ലെങ്കിൽ വിവാഹം ആശീർവദിക്കുവാനും സംഘാലയങ്ങൾ സ്ഥാപിക്കാന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സന്നദ്രം സംഘം പോലെ, സന്നദ്രൻ എന്നൊക്കെ പറയുന്ന പോലെ 10 പേര് കൂടുന്ന ഒരു സംഘത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യം തന്നെ കണ്ടു. പട്ടണവാതിൽക്കൽ ആരുണ്ടായിരുന്നു? മൂപ്പന്മാരുണ്ടായിരുന്നു എന്നവിടെ പറയുന്നുണ്ട് അല്ലെ. എന്താണ്? there was a rule that the presence of a council of 10 persons was essential to bless a marriage.
അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവിടെ മൂപ്പന്മാർ ഇരിക്കുന്നുണ്ട്. അപ്പം ഈ മൂപ്പന്മാരുടെ എല്ലാം സാന്നിധ്യത്തിൽ എന്താണ് ബോവസ് പറയുകയാണ്, ഞാൻ രൂത്തിനെ വീണ്ടെടുക്കുകയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെരുപ്പൂരി നൽകി ഉത്തരവാദിത്തം ഏൽപ്പിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു. അതിന് മറ്റൊരു ചെറിയ സിഗ്നിഫിക്കൻസ് കൂടിയുണ്ട്. ഈ ചെരുപ്പ് ഊരി നൽകുന്ന ആള് എന്ന് പറയുന്നത് എന്താണ്? വീണ്ടെടുക്കുവാൻ സാധിക്കാത്ത ആളാണ്, അല്ലെ? ഈ വീണ്ടെടുക്കാൻ സാധിക്കാത്ത ഒന്നെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പഴയ നിയമം അല്ലെങ്കിൽ എന്താണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോ, അതിന് ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ചെരുപ്പൂരി നൽകുന്നത് ആർക്കാണ്? ബോവസിന്. വീണ്ടെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ബോവസിനാണ്. അപ്പം ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് വീണ്ടെടുക്കാൻ സാധ്യമല്ലാത്ത പഴയ നിയമത്തിൽ നിന്ന് ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റമായിട്ട് നമുക്ക് ഇതിനെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു, രണ്ട് നിയമങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ചെരുപ്പൂരി നൽകി ഉടമ്പടി ഉറപ്പിച്ചു. ഈ ഉടമ്പടി ഉറപ്പിക്കുന്നതിന് മൂപ്പന്മാരുടെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബോവസ് മൂപ്പന്മാരെ എല്ലാം സാക്ഷി നിർത്തി, ഏലീമലേഖനും മഹ്ലോനും കില്യോനും ഉള്ളതൊക്കെയും ഞാൻ നവമിയോട് വാങ്ങിക്കുന്നു. മരിച്ചവന്റെ പേര് അവന്റെ അവകാശത്തിന്മേൽ നിലനിൽക്കേണ്ടതിന് രൂത്തിനെയും ഞാൻ ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നവിടെ ഉറക്ക പ്രഖ്യാപിക്കുകയാണ്. ഈ സമയത്ത് മൂപ്പന്മാരുടെ പ്രതികരണം വളരെയധികം ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. എന്താണ്? രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം, വിശുദ്ധ വേദ പുസ്തകമുള്ളവർ നോക്കിയാൽ കൊള്ളാം. 11-12 വാക്യങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെയും ലേയെയും പോലെ ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. എഫ്രാത്തയിൽ നീ പ്രബലനും ബേത്ലഹേമിൽ നീ വിസ്തൃതനുമായിരിക്ക. ഈ യുവതിയിൽ നിന്ന് യഹോവ നൽകുന്ന സന്തതിയാൽ നിന്റെ ഗൃഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരസിന്റെ ഗൃഹം പോലെ ആയി തീരട്ടെ എന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹത്തിന്റെ വാക്കുകളാണ് നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇവിടെ രൂത്ത് ഒരു മൂവാഭ്യ സ്ത്രീ ആയിരുന്നിട്ട് പോലും മൂപ്പന്മാർ അവളെ ഒന്നും പറയുന്നില്ല എന്നുള്ളതിനേക്കാൾ ഉപരി അവളെ അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ നന്മയൊക്കെയാണ് നമുക്ക് അവിടെ റിഫ്ലക്ട് ചെയ്ത് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, അല്ലെ? ഈവൻ ദോ റൂത്ത് വാസ് എ മോവാബൈറ്റ് woman, the elders did not say anything against her, but they blessed her instead. അങ്ങനെ അത് പ്രത്യേകിച്ച് എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? It had become like Rachel and Leah who together built up the house of Israel. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെയും ലേയെയും പോലെ ആക്കട്ടെ എന്നാണ് പറഞ്ഞ് അനുഗ്രഹിക്കുന്നത്. എന്തായിരിക്കും ഇത്തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള അനുഗ്രഹത്തിന് കാരണം? വളരെ ബേസിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, യഹോവയെ ആശ്രയിച്ച് വന്നിരിക്കുന്ന വിജാതീയ സ്ത്രീകളെ യഹൂദ സമൂഹം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ് യഹൂദ സമൂഹം എന്ന് നമുക്ക് ചിന്തിക്കാം, അല്ലെ? The Jewish community accept Gentile women who knew the God of Israel and had faith him. എന്നാൽ അതിനെക്കാട്ടിലും അല്പം കൂടി മുകളിൽ, അതായത് അവിടെ മൂപ്പന്മാര് മാത്രമല്ല, അവിടെ പട്ടണവാതിൽക്കൽ ഇരുന്ന ജനം മുഴുവൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്താണ്? നവമിയോടുള്ള അവളുടെ വിട്ടുമാറാത്ത സ്നേഹവും നവമിയുടെ ദൈവത്തോടുള്ള അവളുടെ ആശ്രയവും മനസ്സിലാക്കി അവളെ അവർ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. രൂത്തിനെ അംഗീകരിക്കാനുള്ള രണ്ടാമത്തെ കാരണം രൂത്തിന്റെ അമ്മായിയമ്മയോടുള്ള അവളുടെ സ്നേഹവും അമ്മായിയമ്മയുടെ ദൈവത്തോടുള്ള അവളുടെ ആശ്രയബോധവും ആ ജനത്തിനെല്ലാം പരിചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ഇനി ഇതിനെക്കാട്ടിലെല്ലാം ഉപരിയായിട്ട് മൂന്നാമതായിട്ട് എന്താണ് രൂത്തിന് ഇങ്ങനെ ഒരു അനുഗ്രഹം ലഭിക്കാനുള്ള കാരണം? അവളുടെ സ്വഭാവ സവിശേഷതകളാണ്, അവളുടെ സ്വഭാവത്തിലെ മികവാണ്. Everyone in Bethlehem approved of Ruth because of the excellence in character. 1-ാമത്തെ അധ്യായത്തിൽ രൂത്തിന്റെ വിശ്വസ്തത നമ്മൾ കണ്ടു. 2-ാമത്തെ അധ്യായത്തിൽ രൂത്തിന്റെ പല ഗുണങ്ങളും, അതിന് ഏറ്റവും പ്രധാനമായിട്ട് അമ്മായിയമ്മയോടുള്ള സ്നേഹം നമ്മൾ കണ്ടു. അതോടൊപ്പം കഠിനാധ്വാനം ചെയ്യുവാനുള്ള അവളുടെ മനസ്സും ദൈവീക സമർപ്പണവും ത്യാഗമനോഭാവവും എല്ലാം നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ജനത മുഴുവൻ കണ്ടു. ഇതുകൊണ്ടാണ് പട്ടണവാതിൽക്കൽ ഇരുന്ന മൂപ്പന്മാരും ഇസ്രായേൽ ജനവും ഒരുപോലെ രൂത്തിനെ അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഈ അനുഗ്രഹത്തിന്റെയും അല്ലെങ്കിൽ ഈ ഒരു സാക്ഷ്യമൊക്കെ ഉറപ്പിച്ചുകൊണ്ട്, ഉടമ്പടിയൊക്കെ ഉറപ്പിച്ചുകൊണ്ട്
എന്തിലേക്കാണ് ഇത് നയിക്കുന്നത്? മൂപ്പന്മാരുടെയും ഇസ്രായേൽ ജനത്തിന്റെയും അംഗീകാരം ലഭിച്ച രൂത്തിനെ ബോവസ് വീണ്ടെടുത്ത് ഭാര്യയായി സ്വീകരിക്കുകയാണ്. വിത്ത് ദി അക്നോളജ്മെന്റ് ഓഫ് എൽഡേഴ്സ് ആൻഡ് ദി ബ്ലെസ്സിങ്സ് ഓഫ് പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ബോവസ് റിഡീംഡ് റൂത്ത് ആൻഡ് മെയ്ഡ് ഹെർ വൈഫ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, രൂത്തും മഹ്ലോനും ഏകദേശം 10 വർഷക്കാലത്തോളം ഒരുമിച്ച് ജീവിച്ചിട്ടാണ് മഹ്ലോൻ മരിക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ എളിയ ചിന്തയിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും? നമ്മൾ ജഡ്ജ് ചെയ്യും. അന്ന് പ്രത്യേകിച്ച് അന്നത്തെ കാലമാണെങ്കിൽ 10 വർഷത്തോളം വിവാഹം കഴിഞ്ഞിട്ട് മക്കളൊന്നും ഇല്ലാതിരിക്കുന്ന യുവതി എന്നൊക്കെ പറയുമ്പോൾ അവൾ പ്രസവിക്കാൻ കഴിയാത്തവൾ എന്നൊക്കെ ഒരുപക്ഷെ മുദ്ര കുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, 14-ാം വാക്യം നോക്കുകയാണെങ്കിൽ, ബോവസ് അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി, അവൾ ഒരു മകനെ പ്രസവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമുക്കും ഒരു ചെറിയ ഒന്ന് റിഫ്ലക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, എന്ത് തന്നെ ഉണ്ടെങ്കിലും വി ഷുഡ് വെയിറ്റ് ഫോർ ഗോഡ്സ് ടൈം. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കുവാൻ തക്കവണ്ണം വെയിറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഒന്നാമതായിട്ട് ആ വേദഭാഗം നൽകുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും ഒക്കെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ഡോണ്ട് ബി ജഡ്ജ്മെന്റ്. നമ്മൾ അവരുടെ പ്രയാസത്തെ കുത്തി നോവിക്കാതെ ദൈവത്തിന്റെ സമയത്ത് അത് നടക്കും, അല്ലെങ്കിൽ ആ സമയം പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് തക്കവണ്ണം നമ്മൾ പ്രയാസപ്പെടുന്ന മറ്റുള്ളവരുടെ വേദനയിൽ അവരോടൊപ്പം ചേരുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. കാരണം ദൈവത്തിന് എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുന്നെങ്കിൽ നമ്മളെ പറ്റി എല്ലാം ഒരു ഉദ്ദേശമുണ്ട്. അതിന്റെ സമയത്ത് അത് നടക്കും. അതിനു വേണ്ടിയിട്ട് ഏറ്റവും പ്രാർത്ഥനയോടെ വെയിറ്റ് ചെയ്തിരിക്കുക കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വിവാഹത്തിന് ശേഷം എന്താണ്, ബോവസ് രൂത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ രൂത്തിന് ഒരു മകനെ ലഭിക്കുകയാണ്. ആ മകന്റെ പേരാണ് ഓബേദ് എന്ന് പറയുന്നത്. അവിടെ രൂത്തിനാണ് അനുഗ്രഹം ലഭിക്കുന്നത്, അല്ലെങ്കിൽ രൂത്തിനാണ് ഒരു മകനെ ലഭിക്കുന്നതെങ്കിൽ പോലും പ്രത്യേകിച്ച് അവിടെ എടുത്തു കാണുവാൻ സാധിക്കും. നവോമിയുടെ ഭാഗ്യത്തെ പറ്റി അവിടെ എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 14-ാം വാക്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നാറെ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അതായത് ദൈവജനം ഭാഗ്യവതി എന്ന് നേരിട്ട് വിളിക്കുന്നത് ആരെയാണ്? നവോമിയെയാണ്. അങ്ങനെ ഒരു ചോദ്യം തന്നെ പ്രതീക്ഷിച്ചോ കേട്ടോ. ദൈവജനം ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് ആരെയാണ്? നവോമിയെയാണ്. Even though Ruth was the one who was blessed, the one whom people called blessed is Naomi. നവോമിയെ ഭാഗ്യവതി എന്ന് വിളിക്കുവാൻ തക്കവണ്ണം 2 ഭാഗ്യങ്ങളാണ് നമുക്ക് നവോമിയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ഒരു കുഞ്ഞ്, അതായത് കർത്താവിന്റെ വംശാവലിയിൽ ഇടം നേടുവാൻ, സ്ഥാനം പിടിക്കുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞിനെ നവോമിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഒന്നാമത് നവോമിയുടെ ഭാഗ്യം. A baby who would fit in the lineage of Christ. രണ്ടാമത് നവോമിയുടെ ഭാഗ്യം എന്താണ്? ഒരു മരുമകൾ. 7 പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന ഒരു മരുമകളെ നവോമിക്ക് ലഭിച്ചു. A daughter-in-law who is better than 7 sons. ഈ 7 എന്നുള്ള നമ്പറിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, എത്ര ഇടങ്ങഴി യവമാണ് ബോവസ് സമ്മാനമായിട്ട് നൽകിയത്? 6 ഇടങ്ങഴി. ഈ 6 എന്നുള്ളത് അപൂർണതയുടെ നമ്പറാണ്. ബോവസിന്റെ വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുമ്പോൾ അത് പൂർണ്ണമാകും എന്നുള്ളത് സൂചിപ്പിക്കാനാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ പൂർണ്ണതയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. The number 7 indicates a complete action and shows that Ruth fulfills in herself the promise of Boaz. ബോവസിന്റെ വാഗ്ദാനം രൂത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതൊരു പൂർണ്ണതയുടെ ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ 7 എന്നുള്ള നമ്പർ ഇവിടെ, സംഖ്യ ഇവിടെ എടുത്തു പറയുന്നത്. 7 പുത്രന്മാരെക്കാട്ടിലും ഉത്തമയായ ഒരു മരുമകൾ. ആർക്ക് കിട്ടുമല്ലേ ഇത്രയും നല്ല ഒരു ടൈറ്റിൽ ലൈൻ, അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ ഒരു മരുമകളെ പറ്റി? അതായത് പ്രത്യേകിച്ച് വലിയ കഴിവുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സാധാരണ സ്ത്രീയെ പറ്റിയാണ് പറയുന്നത്. അല്ലെങ്കിൽ വലിയ ധനമോ പണമോ ഒന്നും അല്ല അവിടെ ഈ ഒരു ടാഗ് ലൈനിൽ രൂത്തിനെ എത്തിക്കുന്നത്. അവളുടെ സ്വഭാവ സവിശേഷത മാത്രമാണ്. 7 പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന ഒരു മരുമകൾ. അപ്പം ഇത് രണ്ടുമാണ് നവോമിയുടെ ഭാഗ്യം. ഒന്ന്, ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഇടം പിടിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കുഞ്ഞ്. 2, 7 പുത്രന്മാരെക്കാട്ടിലും ഉത്തമയായിരിക്കുന്ന ഒരു മരുമകൾ. അങ്ങനെ ആ ഭാഗം കഴിഞ്ഞ് ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ
എന്താണ് ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു, ജീനിയോളജി ലീഡിങ് ടു ഡേവിഡ്, ദാവീദിലേക്ക് നയിക്കുന്ന ഒരു വംശാവലിയോടെയാണ് 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലൂടെ ഇത് അവസാനിക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരുപാട് ബന്ധങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ലോത്തിന്റെ മകനായിട്ടുള്ള മോവാബും അമോനൈറ്റ്സിന്റെ ബെൻ അമ്മി എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ മോവാബ്യ സ്ത്രീയാണ് രൂത്ത് എന്ന് പറയുന്നത്. ഇനിയും യഹൂദ താമാറിലുണ്ടാകുന്ന പേരസ് എന്ന് പറയുന്ന മകൻ, അതായത് ആ ഭാഗമാണ് പേരസ് തൊട്ടിട്ടുള്ള ചരിത്രമാണ് നമുക്ക് ഈ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഫേരസിന്റെ മകൻ ഹെസ്രോൻ, ഹെസ്രോന് ശേഷം രാം, രാമിന് ശേഷം അമീനാദാബ്, അമീനാദാബിന് ശേഷം നഹശോൻ, നഹശോന് ശേഷം ആരാണ്? സൽമോൻ. അതാണ് സൽമോൻ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീയെ, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ വിവാഹത്തിലാണ് ആരുണ്ടായത്? ബോവസ് ഉണ്ടായത്. ബോവസിന്റെ മകനായ ഓബേദ് നമ്മളിപ്പോ പറഞ്ഞു. ഓബേദിന്റെ മകനായ ജെസ്സി, ഇഷായി. ഇഷായി എന്ന് പറയുന്നത് ദാവീദിന്റെ അപ്പനായ ഇഷായി എന്നുള്ളതാണ്. അതിങ്ങനെ പിന്നെ അങ്ങോട്ട് പോകുന്നു, യേശുവിന്റെ വംശാവലിയിലേക്ക് ഇത് നീങ്ങുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. പ്രത്യേകിച്ച് രൂത്തിന്റെ പുസ്തകം 3 ചിന്തകളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സമാധാനപരമായ കുടുംബജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ലീഡ് എ പീസ്ഫുൾ ഫാമിലി ലൈഫ് ഈവൻ ഇൻ അഡ്വേഴ്സ് സർക്കംസ്റ്റൻസസ് വെൻ വി സീക്ക് റെഫ്യൂജ് ഇൻ ഗോഡ്. രണ്ടാമതായിട്ട്, even if difficulties and sufferings increase, virtuous people will be always blessed by God. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ കൂടിയാലും, സത്തമരായ ഉത്തമരായിട്ടുള്ള ആളുകൾ എപ്പോഴും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പാണ് രൂത്തിന്റെ പുസ്തകം നൽകുന്നത്. മൂന്നാമതായിട്ട്, ഇഫ് ദ ബേസിസ് ഓഫ് എ ഫാമിലി ഈസ് ലവ്, ഇറ്റ് ക്യാൻ ലീഡ് ടു ബിഗർ തിങ്സ് ബിയോണ്ട് അവർ ലൈഫ് ടൈം. ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം, ഒരു കുടുംബത്തിന്റെ എന്ന് ഞാൻ മാത്രം പറയില്ല കേട്ടോ, അത് ഏത് ബന്ധത്തിന്റെ ആണെങ്കിലും, അത് സൗഹൃദ ബന്ധത്തിന്റെ ആണെങ്കിലും, നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ബന്ധത്തിന്റെ ആണെങ്കിലും, ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആണെങ്കിലും, ഏത് ബന്ധത്തിന്റെയും അടിസ്ഥാനം സ്നേഹമാണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യങ്ങളിലേക്ക്, അതായത് ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്തിനപ്പുറം രൂത്ത് എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കുമോ, ഇത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇരുന്ന് രൂത്തിനെ പറ്റി പഠിക്കുമെന്ന്. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതകാലത്തിനപ്പുറം വലിയ കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും. നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വികാരം എന്ന് പറയുന്നത് സ്നേഹമാണെന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ രൂത്തിന്റെ പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇതുവരെ പഠിച്ചത് എന്നൊന്ന് ഓടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യ ഭാഗം രൂത്തിന്റെ പുസ്തകത്തിന്റെ ചിത്രീകരണ രീതിയെ പറ്റിയുള്ള കുറച്ച് സ്പെഷ്യാലിറ്റീസ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞു. ഇനിയും അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, അതായത് വളരെ സിമ്പിളായിട്ടുള്ള മാനുഷികമായിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് വലിയ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ ഈ പുസ്തകം വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ക്രിസ്തുവെ ഒരുക്കിയ രക്ഷയുടെ മുൻകുറിയായിട്ട് രൂത്തിന്റെ വീണ്ടെടുപ്പിനെ കാണാൻ സാധിക്കും. ബോവസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഗോയൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, ഇതൊക്കെ നമ്മൾ ആ ഭാഗത്ത് കണ്ടു. പിന്നെ ആരാണ് ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ്? അക്കോർഡിംഗ് ടു ജൂയിഷ് റബ്ബൈസ്, യഹൂദ റാബിമാരുടെ പാരമ്പര്യ പ്രകാരം ശമൂവേൽ പ്രവാചകനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ ടൈം ഓഫ് റൈറ്റിംഗ്, ഏത് കാലഘട്ടത്തിലാണ്? പ്രവാസത്തിനൊക്കെ ശേഷം BC 4-5 എന്നുള്ള ഒരു ചിന്തയും ഉണ്ട്. എന്നിരുന്നാലും ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലഘട്ടത്തിലെ 11 വർഷങ്ങൾ, അതായത് ഏകദേശം 1300 BC കാലഘട്ടങ്ങളിലെ സംഭവങ്ങളാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്നുള്ള ചിന്തയ്ക്കാണ് മുൻതൂക്കം എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും അതിനുശേഷം രൂത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കിയപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, ട്രാജഡി ഇൻ മോവാബ്, മോവാബിൽ വെച്ചുണ്ടായ ദുരന്തം. അവിടെ കുറേ വാക്കുകളുടെ മീനിങ്സ് നമ്മൾ പഠിച്ചിരുന്നു. ആ സമയത്ത് തിരിച്ചു പോകുവാൻ തീരുമാനിച്ച നവോമിയോടുള്ള രൂത്തിന്റെ ലോയൽ കമ്മിറ്റ്മെന്റ്, രൂത്തിന്റെ വിശ്വസ്തത, തിരിച്ച് ബേത്ലഹേമിലേക്ക് ഉള്ള അവരുടെ തിരിച്ചുവരവ്, ഇതൊക്കെയാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടത്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ ബോവസ് ആരാണെന്നും ബോവസ് എന്ന വാക്കിന്റെ കുറെ പ്രത്യേകതകളും ഒക്കെ നമ്മൾ പറഞ്ഞു. ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറഞ്ഞത് ദി ക്വാളിറ്റീസ് ഓഫ് ബോവസ് ആൻഡ് രൂത്ത്, രൂത്തിന്റെയും ബോവസിന്റെയും സ്വഭാവത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ അവിടെ എടുത്തു പറഞ്ഞത്. അതോടൊപ്പം ആ സ്വഭാവത്തിന് രൂത്തിന് ലഭിച്ച ആദരവും നമ്മൾ പറഞ്ഞുകൊണ്ടാണ് 2-ാം അധ്യായം അവസാനിപ്പിച്ചത്. ഇനി 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ
രൂത്തിന് ഒരു നല്ല വിശ്രാമ സ്ഥലം എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്ത. അതിന് തക്കവണ്ണം നവമിയുടെ കുറെ പദ്ധതികളും മെതിക്കളത്തിലെ സംഭവങ്ങളും ബോവസിന്റെ ദൈവീക പ്രതികരണവും ഒക്കെയാണ് 3-ാം അധ്യായത്തിന്റെ ഉള്ളടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനിയും ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഒരു വാഗ്ദാനം അവിടെ നൽകുന്നുണ്ട്. രൂത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും. അതാണ് 4-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മറ്റെല്ലാവരെയും മാറ്റിക്കൊണ്ട് ബോവസ് തന്നെ രൂത്തിനെ വീണ്ടെടുക്കുന്നു. അവരുടെ വിവാഹം, അതിനുശേഷം ഓബേദിന്റെ ജനനം, നവോമിയുടെ വലിയ ഭാഗ്യം, ഇതെല്ലാം അവസാനം ജീനിയോളജി ലീഡിങ് ടു ഡേവിഡ്, ദാവീദിന്റെ വംശാവലിയിലേക്ക്, അതിലൂടെ ക്രിസ്തുവിന്റെ വംശാവലിയിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. ഇത്രയുമാണ് രൂത്തിന്റെ പുസ്തകം നമ്മൾ പഠിച്ചത്. ഇതുവരെ ക്ലാസ്സസ് കേട്ടിരുന്നവർക്കെല്ലാം രൂത്തിന്റെ പുസ്തകത്തെ പറ്റി ഒരു ധാരണയായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ എന്നെ. അതുപോലെ ഈ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും നിങ്ങൾ കമൻസിലൂടെ അറിയിച്ചാൽ മതി. ഇനിയും അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ക്ലാസ്. ഇനിയും അടുത്ത ക്ലാസ്സിൽ ഇതിനുണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ആഡ് ചെയ്യാം. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.